അതേടാ ഇവിടെ മറ്റേ ആൾക്കാർക്ക് അവിടം വരെ വരാൻ വേണ്ടി റോഡ് ശരിയാക്കിക്കണുണ്ടല്ലേ. നമ്മ അന്ന് പകുതി വിട്ടിട്ട് നോക്കി നടന്നാ പോയത്. നല്ല തിരക്കായിരുന്നു. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് ഷാർജയിലെ അൽമദാം ഗോസ്റ്റ് വില്ലേജ് ആണ്. ദുബായിൽ നിന്ന് ഏകദേശം 70 കിലോമീറ്റർ ഉണ്ട് ഷാർജ അൽമദാം ഗോസ്റ്റ് വില്ലേജ് വരെ. ഏകദേശം 1 മണിക്കൂർ ഡ്രൈവാണ് ഇവിടെ നിന്ന് അവിടം വരെ ഉള്ളത്. അൽക്കൂസിൽ നിന്നാണ് ഞങ്ങൾ യാത്ര തുടങ്ങിയത്. അൽക്കൂസിൽ നിന്ന് നേരെ ഹത്ത ഒമാൻ റോഡ് വഴി ഇൻ്റർനാഷണൽ സിറ്റി ലഹബാബ്, അതിനുശേഷമാണ് മദാം എന്ന സ്ഥലം എത്തുന്നത്. ആ മരം നോക്കിയാൽ നല്ല രസമല്ലേ കാണാൻ. നീണ്ടു നിവർന്ന് കിടക്കുന്ന മരുഭൂമിയുടെ ഏകദേശം നടുക്ക് ഭാഗത്തായിട്ടാണ് ഈ മദാം ഗോസ്റ്റ് വില്ലേജ് ഉള്ളത്. ഇവിടെയൊക്കെ കാണാൻ വന്ന 2 പച്ചാളം അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. ഇത്രയും വലിയ മരുഭൂമിയാണെങ്കിലും ഇവിടെ കുറേ മരങ്ങളും സംഭവമൊക്കെ ഉണ്ട് കേട്ടോ. എന്തായാലും മരുഭൂമിയിൽ വന്നാലും അത്യാവശ്യം പച്ചപ്പും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു നിൽക്കാൻ നേരത്തെ അറ്റത്തൊരു പള്ളി കണ്ടപ്പോഴേക്കും ഷിജിയാണെങ്കിൽ ഒരാഴ്ചയായിട്ട് നിസ്കരിച്ചിട്ടില്ല. എല്ലാം കൂടി ഒരുമിച്ച് നിസ്കരിക്കാമെന്ന് വിചാരിച്ച് അങ്ങോട്ട് പോകാൻ നിൽക്കുകയുണ്ടോ. കണ്ടോ, എല്ലാ ഇവിടെയുള്ള വീടുകളിനകത്തും മണൽ കയറി ഫുള്ള് നിറഞ്ഞു കിടക്കുകയാണ്. ഇതുണ്ടോ, ഇതിൻ്റെ ഉള്ളിലാണ് ഈ കാണുന്നതൊക്കെ. ഫുള്ള് മണലൊക്കെ കയറി മരമൊക്കെ വന്ന്. പിന്നെ നമുക്ക് ഇതിൻ്റെ അപ്പുറത്ത് കുറേ വേറെ വീടുകൾ, അതുപോലെ പള്ളി എല്ലാം കാണാൻ പറ്റും. അറ്റത്തൊരു പള്ളിയുണ്ട്. പിന്നെ കുറേ ആൾക്കാർ ഇവിടെ ഇങ്ങനെ കാണാനൊക്കെ വരുന്നുണ്ട്. ഇവിടെ എല്ലാ വീടിനകത്തും പുറത്തും ഫുള്ള് മണ്ണ് കയറിയിട്ട് നിറഞ്ഞിരിക്കുകയാണ്. ഇവിടെ ആൾക്കാർ ഇതൊക്കെ ഉപേക്ഷിച്ച് പോയ എന്താണെന്നറിയില്ല. പക്ഷേ അതുകൊണ്ടാണ് ചിലപ്പോൾ കുറേ 10-50 വർഷമൊക്കെ ആയിട്ടുണ്ടാകും ചിലപ്പോൾ ഇതൊക്കെ പണിത് ഇങ്ങനെ ഈ അവസ്ഥയിൽ കിടക്കാൻ തുടങ്ങിയിട്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഗോസ്റ്റ് വില്ലേജ് എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ പ്രേതമുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അന്ന് നമുക്കറിയില്ല, നമ്മൾ കണ്ടിട്ടുമില്ല. പക്ഷെ ഇത് വലിയൊരു മരുഭൂമിയുടെ നടുക്കാണത്. പിന്നെ ഇവിടുന്ന് ഏറ്റവും അടുത്ത് തൊട്ടടുത്ത് ഒരു കിലോമീറ്റർ അടുത്ത് ഒരു ഇൻഡസ്ട്രിയൽ ഏരിയ ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ കൂടിയാണ് ഇങ്ങോട്ട് വരാൻ പറ്റണത്. അതുകൊണ്ട് ഈ വീടിൻ്റെയൊക്കെ ടെറസിൻ്റെ ഉള്ളിലെ ടെറസിൻ്റെ ലെവൽ വരെ മണ്ണ് നിറഞ്ഞിരിക്കുക. നമ്മളിപ്പോൾ വീടിൻ്റെ ടെറസിൻ്റെ മേളിലാണ് ഈ നിൽക്കുന്നത്. ഇഷ്ടംപോലെ വിസിറ്റേഴ്സൊക്കെ വന്നാണ് ഈ ഭാഗത്ത് ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. വലിയ മരുഭൂമിയാണ്, നീണ്ടു നിവർന്ന് കിടക്കുന്ന മരുഭൂമിയുടെ ഇടയിൽ. ഈ മരം സൂക്ഷിക്കണം കേട്ടോ, നിറച്ച മുള്ളാണ് ഇതിലെ. ഈ മരം കണ്ടോ ഗൈസ്, ഇത് ഫുള്ള് മുള്ളാണ്. ഇവിടെ വന്നവർ സൂക്ഷിക്കുക മുള്ളു കൊള്ളാതെ. ഇതാണ് ഗോസ്റ്റ് വില്ലേജിൻ്റെ അവസ്ഥ. അയ്യോ, ഇവിടെ ഭയങ്കര കാറ്റാണ്. അതുകൊണ്ടായിരിക്കും ആ മരുഭൂമിയിലുള്ള ഫുള്ള് മണലിങ്ങനെ പറന്നു വന്ന് ഇവിടെ അടിഞ്ഞു കൂടിയേക്കുന്നത്. എപ്പോഴും ഈ വീടുകൾ ചിലപ്പോൾ ഇതിനകത്ത് ആളുണ്ടായിരുന്നപ്പോൾ ഇതിനകത്തെല്ലാം ഈ കാറ്റുകൊണ്ട് ഇങ്ങനെ മണ്ണ് കയറിയതുകൊണ്ടൊക്കെ ഇരിക്കാം ചിലപ്പോൾ അവരിത് ഉപേക്ഷിച്ച് പോയത്. ഇവിടുത്തെ കാറ്റെന്താ നിൽക്കില്ല, അതുപോലത്തെ ഫുള്ള് ഇങ്ങനെ കാറ്റടിച്ചുകൊണ്ടിരിക്കുന്ന ടൈപ്പ് ഒരു സ്ഥലമാണിത്. കുറേ വീടുകളുണ്ട് ഇവിടെ. ഇപ്പം എല്ലാ വീടുകളുടെ
ചുമരിലൊക്കെ എല്ലാ ആൾക്കാരും വന്ന് ഓരോന്ന് വരച്ചും എഴുതിയൊക്കെ വെച്ചേക്കുന്നതൊക്കെ കാണാം. വീടിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ മരം മുളച്ചു വന്നിരിക്കുന്നുണ്ട് അവിടെ. അവിടെ ആൾക്കാരൊക്കെ നിൽപ്പുണ്ട്. മണലിൽ കൂടി നടക്കാനുള്ള ബോധി കൊണ്ട് നടക്കാൻ തുടങ്ങിയതാണ്. ഇപ്പൊ അവിടെ കിടന്ന് ഡാൻസ് കളിക്കാൻ കണ്ടോട്ടാ ഗൈസ്. മിക്കവാറും തലയും കുത്തി ഉരുണ്ടായിരിക്കട്ടെ വന്നത്. നമ്മളിപ്പോ നിക്കണതേ ഇതൊരു വീടിന്റെ ഉള്ളിലാണ്. ഈ ഫുള്ള് മണ്ണ് മുടി കിടക്കുന്നത് കണ്ടോ. ഇതിന്റെ ബൗണ്ടറി വാളൊക്കെ ഇവിടെ കാണാൻ പറ്റും. നിന്റെ അടുത്ത് പറഞ്ഞല്ലോ, എന്റെ പ്രേക്ഷകരോട് പറഞ്ഞാണ്. എന്നാ വീടിന്റെ ഉള്ളിൽ നിന്നാണ് ഈ മരം മുളച്ചേക്കുന്നത്. ഇത് കണ്ടോ, ഫുള്ള് മണ്ണിന്റെ കൂന. ഇവിടെ നോക്ക് ഗൈസ്, മരുഭൂമിയിൽ ആരാണ് പറഞ്ഞ ഗൈസ് അരണിയില്ലാന്ന്? ചോര കുടിക്കും. അതൊക്കെ പഴയ ചെറുപ്പത്തില് മറ്റേ സ്കൂളിൽ പോണ സമയത്തുള്ള മിത്തുകളാണ്. ഇതുണ്ട്, ഇവിടെ ഒരു വീടുണ്ട്. എന്താണ് ആ കടന്നൽ അങ്ങനെ തട്ടിക്കഴിഞ്ഞാൽ കുത്തുകൊള്ളും കടന്നലിന്റെ. എന്നിട്ടാ അയ്യോ, ഇവിടെ കയറിട്ട് വരാമോ? നമുക്ക് എന്താണ് കേരളീയ ശൈലിയിൽ പണം തേക്കണ മറ്റേ പടിപ്പുരയൊക്കെ ഉള്ള വീട്ടിലോട്ടാണ് പോണത് കേട്ടോ. ആഹാ, തറവാട് വീട്. മറ്റേ ഈ പാലക്കാടൊക്കെ, ഇത് മറ്റേ പാലക്കാടൊക്കെ ഉള്ള വീട്ടിലെ എൻട്രൻസ് പോലെ ഉണ്ട് അല്ലേ? എന്താണ്? ആ അതെ, പിന്നെ ചാർലി ഇല്ലാവോ? എന്താണ് അഡിസോനോ? എഡിസൺ. ഏതൊക്കെ പദൂരിയാണ് എന്തൊക്കെ എഴുതി വെച്ചേക്കണെന്നോ. പിന്നെ പേരും കീരൊന്നും എഴുതണ്ട അവിടെ, താക്കോട്ട് അടിക്കും ഞാൻ. ആ ഇവിടെ ഉണ്ടിട്ടൊരു വീട്. ഇത് ഫുള്ള് മൂടി കിടക്കാണ്. ഏത് പകുതിയും ദഹിക്കണമല്ലോ. ആ ഇത് മൊത്തം മുള്ളാണ്. ഓടൊക്കെ ഒട്ടിച്ച് സെറ്റപ്പ് ആക്കിയതായിരുന്നു. പക്ഷെ അടിപൊളി. വണ്ടിയിലും വെള്ളമില്ല, ചൂടായിരിക്കും ഇപ്പോൾ വെള്ളം. ഇവിടെ നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ നടക്കുന്തോറും മണലിൽ കാലിങ്ങനെ പൂണ്ട് പോവാണ്. അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ നടക്കാനായിട്ട്. ഇത്രയും ദൂരം നടന്നപ്പോഴേക്കും കഴിച്ച ഫുഡൊക്കെ ദഹിച്ചു പോയിട്ടാ. ഈ സ്ഥലം ഓഫ് റോഡേഴ്സിൻ്റെ ഒരു മെയിൻ കേന്ദ്രമാണ് കേട്ടോ. ഇഷ്ടംപോലെ വണ്ടികൾ ഇവിടെ ഓഫ് റോഡ് ചെയ്യാനായിട്ട് വരും. വേണ്ട
അപ്പോൾ ഗൈസ് ഞങ്ങൾ ഈ വീടിനകത്തേക്ക് കയറാമെന്ന് വിചാരിച്ച് നോക്കാമല്ലോ, വീടിൻ്റെ ഉള്ളിൽ വല്ല പ്രേതം ഉണ്ടാകുന്നു. അപ്പോൾ ഇവരിങ്ങനെ ഭയങ്കര ധൈര്യമുള്ള ആൾക്കാർ മുമ്പിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഏറ്റവും പുറകിൽ ഇങ്ങനെ നടക്കുകയാണ്. ജസ്റ്റ് ഇച്ചിരി പേടി ഗൈസ്. നാഗവല്ലി തെക്കിനി കയറിപ്പോണ ലാഘവത്തോടുകൂടിയാണ് ടാസ്ന ഈ വീട്ടിലേക്ക് കയറിപ്പോണത്. ഏതോ ബംഗ്ലാവായിരുന്നത്. ഇവിടെ വെൽക്കം ഹോമൊക്കെ അടിച്ചിട്ടുണ്ട്. അയ്യോ ആവി തങ്ങിക്കണ്ടിട്ടാ. ഇത് കണ്ടോ, ഇത്രയും ജനലയുടെ പൊക്കത്തിലൂടെ മണ്ണടിഞ്ഞ് ഓടിയേക്കണതുണ്ടോ. കണ്ടോ, ഇത് ഫുള്ള് മണ്ണ് നിറഞ്ഞിരിക്കുന്നു. ആ ആൾക്കാർ കയറിയിട്ട് എഴുതിയേക്കുന്നത് തന്നെയാ. എന്താണ് NIL 227 തന്യ ലവ് പഞ്ചാബ്. അത് വേണ്ട, അതിനകത്ത് കയറാൻ സ്ഥലമില്ല. അതെ അതെ, ആരൊക്കെ ഇവിടെ നല്ല അടിപൊളിയായിട്ട് പെയിൻ്റൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. വേണ്ട, ഫുൾ പെയിൻറ്റിങ്. നേരത്തെ നമ്മൾ ഇരുന്നത് ഈ ടെറസിൻ്റെ മുകളിലായിരുന്നു. വേണ്ട, വലിയ മരമൊക്കെ വളർന്നേക്കുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന്. പിന്നെ അവിടെ പെയിൻ്റ് അടിച്ചിട്ട് തെറ്റിപ്പോയിട്ട് കുത്തി വരച്ച് വെച്ചിട്ടുണ്ട്. എഴുതറിയാൻ കൊള്ളാത്തവൻ എഴുതിയിട്ട് തെറ്റിപ്പോയായിരിക്കുള്ളൂ. ഇതിനകത്ത് കൂടി കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. പിന്നെ അവിടെ നിന്ന് മറ്റേ ആൾക്കാർ നടന്നു വന്നിട്ടുണ്ട് അറ്റത്തുനിന്ന്. വെരി നൈസ്. കളിയാക്കണല്ലേ ക്രോക്കറി ആണിക്കൊണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ വീഡിയോയുമായിട്ട് ഇനിയും ഞാൻ വരുന്നതാണ്. അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, ബൈ ബൈ.